നമ്മൾ ജയിലിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ സൂപ്പറിൻ്റെ മുറിയിൽ വെച്ചേക്ക് 1 മണിയാകുമ്പോൾ പ്ലേറ്റിലെല്ലാം വരും. അയാൾ സാമ്പാർ ഒരു സ്പൂൺ കഴിക്കും, കിച്ചടി ഒരു സ്പൂൺ കഴിക്കും, എല്ലാം കഴിച്ചിട്ട് അയാൾ സൈൻ ചെയ്തതിന് ശേഷം തടവ് പുള്ളിയിൽ കൊടുക്കും. ഞാൻ ചോദിച്ചു എന്തിനാണ്, കൊതിയുണ്ടാണ്. ആ പുള്ളി പറഞ്ഞാൽ അതല്ല, ഇതിനകത്ത് പോയ്സണൊന്നുമില്ല, അവിടെ ഞാൻ തന്നെ ആദ്യം കഴിക്കണം. റൂളാണ്, ജയിലിലെ റൂളാണ്, സൂപ്പറിൻ്റെ ആദ്യം ടേസ്റ്റ് ചെയ്യണം. അതിനുശേഷം അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടേ സപ്ലൈ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതാണ് അവിടെ ജയിലിൽ തിരികെ. അതുകൊണ്ട് എന്നെ കൊണ്ട് എല്ലാം കഴിപ്പിച്ചു. അയ്യോ രാജേട്ടാ, ഞാൻ അതല്ല. അയ്യോ കഷ്ടമേ. എനിക്ക് ആക്ച്വലി രാജേട്ടൻ്റെ ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. ദൈവം എന്തോരം നല്ലൊരു ഇമ്പ്രഷനാ തന്നെ. എന്നെ കൊണ്ട് മുഴുവൻ കഴിപ്പിച്ചെന്ന് രാജേട്ടാ. ഞാൻ പറയാം, നമ്മൾ മുഴുവൻ കഴിക്കണേ നല്ല ഫുഡ് ആകണ്ടല്ലേ കഴിക്കുന്നത്. സത്യം. അല്ലെങ്കിൽ നല്ല കുക്കാണെന്ന് എനിക്കറിയാം. ഇവിടെ ഈ ഷോ കണ്ടോണ്ടല്ല, അതിന് മുമ്പേ എനിക്കറിയാം. സത്യം, ഞാൻ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പേ രാജേട്ടന് ഭക്ഷണം ഉണ്ടാക്കി പലപ്പോഴും കൊടുത്തയച്ചിട്ടുണ്ട്, എല്ലാം കൊടുത്തയച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എന്ത് ആദ്യം ഡിഷ് ഉണ്ടാക്കിയാലും രാജേട്ടന് ഒരു സർട്ടിഫിക്കറ്റ്. എന്നിട്ട് ഇതുപോലെ പറയും, രാജേട്ടൻ ഞാൻ ഈ മുഖത്ത് നോക്കി പറയും. ചില വീട്ടിൽ എൻ്റെ അടുത്ത് വീട്ടിൽ പറയും എവിടെയും കൊണ്ടുപോകാൻ പേടിയാണ്. എന്താ പറയുക, അവരെ മുഖത്ത് നോക്കി ഉപ്പ് തീരെ ഇല്ല കേട്ടോ. സത്യം അങ്ങ് പറയുന്നത്. പക്ഷെ രാജേട്ടൻ ഒരു സർട്ടിഫിക്കറ്റ് തന്നതാ. അതായത് നമുക്ക് ഫുൾ കോൺഫിഡൻ്റ് ആണ്. ഇഞ്ചി ഇത്ര ഇടണ്ട, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇത്രയും വേണ്ട, അത് ഒരാഴ്ചയായിട്ട് പറയും. ആ ഒരു മീൻകറി വെക്കുകയാണെങ്കിൽ ആ മീനിന് വേണ്ടിയത്. ഞാൻ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഇങ്ങനെയുള്ള ഗുട്ടൻസ് ഞാൻ എവിടുന്ന് പഠിച്ചു എന്നൊരു പുസ്തകം നോക്കി പഠിച്ചതല്ല. കാര്യം അന്നൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് വിറകാണ് ഉപയോഗിക്കുന്നത്. വിറക് അല്ലേ. അപ്പം ഈ പറഞ്ഞവർ അമ്മ പറയും മരുത് അങ്ങനെയുള്ള മരങ്ങളുടെ വിറക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ചൂടാവും, നന്നായി കൽച്ചട്ടിയിലേ വയ്ക്കത്തുള്ളൂ. അന്ന് മിക്സി ഒന്നും ഇല്ല. പിന്നെ അമ്മ ഇങ്ങനെ കുഴൽ ഊതിയാണ് തീ കത്തിക്കുന്നത്. എപ്പോഴും നിന്ന് ചുമയ്ക്കുന്നതാണ്. അപ്പോൾ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ ഇങ്ങനെ ചുമയ്ക്കണ്ട, ഞാൻ ഊതാന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് തീ ഊതി കൊടുക്കും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ. സാമ്പാർ വാങ്ങുന്നതിന് മുമ്പ്, അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് ശർക്കര ഇടുക. പിന്നെ ഈ പറഞ്ഞ ഒരു മീനൊക്കെ വെച്ചതിന് ശേഷം ഒരു 2 തുള്ളി പച്ച വെളിച്ചെണ്ണ, എന്താ പറയുക, നല്ല അവിയലൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇറക്കുന്നതിന് ശകലം തൈര് ഇടുക. ട്രിവാൻഡ്രത്തൊരു പോറ്റിയുടെ ഒരു പോറ്റിയുണ്ട് ഒരാൾ, അദ്ദേഹത്തിൻ്റെ സദ്യയുടെ സാമ്പാർ ഭയങ്കര റിപ്പോർട്ടാണ്. അങ്ങനെ അതിൻ്റെ റെസിപ്പി പറയത്തുമില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ പുള്ളിയെ കണ്ടു ഒരു കല്യാണത്തിന് സുബ്രഹ്മണ്യ ഹാളിൽ. ഞാൻ ചോദിച്ചു ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് വരാൻ പ്രശ്നമൊന്നുമില്ല, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നുമില്ല, സാമ്പാറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബോളിയില്ലേ, ബോളി ഉണ്ടാക്കുന്ന മാവില്ലേ, അതിൻ്റെ ഒരു ഉണ്ട എടുത്ത് ഞാൻ ഇതിനകത്തിട്ടങ്ങ് ഇളക്കും. അപ്പോൾ ബോളിയുടെ ഒരു കൊഴുപ്പുണ്ടല്ലോ, മധുരവും കാര്യങ്ങളൊക്കെ, അതാണ് സാമ്പാറിനൊരു തിക്നെസ്. തമിഴ്നാട്ടിലൊക്കെ ഈ സാമ്പാറിന് മലക്കറിക്കൊക്കെ വില കൊടുക്കണമെങ്കിൽ അവരെ ചെയ്യുന്ന ഒരു മത്തങ്ങ പറ്റിയാണ്. അപ്പം കുറച്ച് സാമ്പാർ കൊഴുത്തൊക്കെ വരും. ശരിക്കും ബോളിയുടെ ബോളി ചുട്ടതിന് ശേഷമുള്ള ബോളിയല്ല, മനസ്സിലായി. ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കില്ലേ, അതൊരു ഉണ്ട് ഇടുന്നതാണ്. എൻ്റെ വീട്ടിലൊക്കെ ശർക്കരയാണ് ഇടുന്നത്. ശർക്കര ഇടും. പിന്നെ ഈ പറഞ്ഞ പോലെ കടുക് വറുക്കുന്നത്, നെയ്യിൽ കടുക് വറുത്താൽ ഭയങ്കര ടേസ്റ്റാന്ന് പറയും ഈ സാമ്പാറിന്. അല്ല സാധാ വെളിച്ചെണ്ണയിലല്ല, നെയ്യിൽ കടുക് വറുക്കണം എന്ന് പറയും. ചില സൂപ്പുകൾ പറയുന്നത്, എൻ്റെ ചില സൂപ്പ് കഴിക്കാൻ പറയുമ്പോഴൊക്കെ നെയ്യിൽ കടുക് വറുക്കാൻ പറയും. നല്ല ടേസ്റ്റാണ് ചേട്ടാ. ശരിക്കും അതൊക്കെ ഒരു ടിപ്പ്. ഇപ്പൊ എനിക്കൊരു കാര്യം, ഞാനും ഇനി വലിയ മുന്തിരിങ്ങ വെച്ചൊരു മീൻകറി വെച്ചോണം. ഉണക്കമുന്തിരിങ്ങ, അത് റൈസൻസ് അല്ലേ, വലിയ റൈസൻസ് ആയിരിക്കും. അതായത് അവിടെയൊക്കെ ആകുമ്പോൾ വലിയ റൈസൻസ് ആയിരിക്കും. അതെ, അദ്ദേഹം എന്ത് രസമായിട്ട് വന്ന് പറഞ്ഞു അവിടെ വലുത് കിട്ടും. അയ്യോ സത്യം, പറ്റിച്ചല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് പുള്ളിക്ക്. എങ്ങനെ പറ്റിയെന്നല്ല, പുള്ളി അങ്ങനെ പറ്റിയത്.